അക്ഷരനാട്യമായിട്ട് വീട്ടിൽ പ്രദേശം താണ്ടി പോലെ ചേർന്നിരിക്കുന്നതാണ്. നമ്മൾ അക്ഷരനഗരിയിൽ നിന്നും 3 ജില്ലകളുടെ കാണുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കോട്ടയം അല്ലേ? My name is Alejandro. I'm from Spain, and we are in Kerala joining. Thank you very much. ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാരോൺ. ഇന്ന് നമ്മൾ പോകുന്നത് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലേക്കാണ്. ചങ്ങനാശ്ശേരി ടൗണിന് തൊട്ടടുത്തായിട്ടുള്ളൊരു ചെറിയൊരു ഹോട്ടലിലേക്ക് ഞങ്ങൾ കയറി. മലയാളികളുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും മുട്ടക്കറിയും കൂടി ഓരോ ചായയും കുടിച്ചു. ഞങ്ങൾ കഴിച്ച ഹോട്ടലിൽ തൊട്ടടുത്തായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് പോള മാറ്റുന്നതും വെള്ളത്തിലടിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങൾ മാറ്റുന്നതുമാണ് കാണുന്നത്. തൊട്ടടുത്തായിട്ട് കൊക്കുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. എന്ത് രസമാണ് കാണാൻ. ഈ ചങ്ങനാശ്ശേരി കഴിയുമ്പോൾ തൊട്ട് ഈ പ്രകൃതിയുടെ ഒരു വിസ്മയമാണ് നമ്മൾ കാണുന്നത്. നമുക്കിതൊക്കെ വലിയ സംഭവമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാലും ഇവിടെ താമസിക്കുന്നവർക്ക് ചില സമയങ്ങളിൽ ഇതൊക്കെ ഭയങ്കര ദുഃഖമായിട്ട് മാറാറുണ്ട്. ഈ വെള്ളക്കെട്ടുകൾ, ചെറിയ വള്ളങ്ങളിൽ ആളുകൾ മീൻ പിടിക്കാൻ പോകുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് കാണാൻ. ആലപ്പുഴ എന്ന് പറയുന്നത് ശരിക്കും ചങ്ങനാശ്ശേരി കഴിയുമ്പോഴത്തേന് വൈബ് അങ്ങ് മാറുക. ചെറിയ ചെറിയ വള്ളങ്ങളിലാണ് ആളുകൾ. ഓരോ വീട്ടിലും വണ്ടി ഉള്ളതുപോലെ തന്നെ ഇവിടെ ഓരോ വീട്ടിലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനായിട്ട് വള്ളങ്ങളുണ്ട്. ആറിനക്കരെ ഇക്കരെയൊക്കെ കടന്നു പോകാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ചെറുവള്ളങ്ങളെയാണ്. കൊക്കുകളും പാറാക്കൂട്ടങ്ങളും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. 2 സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സർക്കാരിന്റെ വക പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. കുറേ ഭാഗങ്ങളൊക്കെ നെൽക്കതിരുകളായിട്ട് കിടക്കുന്നു. അക്കരെയായിട്ട് 2 സ്ഥലങ്ങളിൽ വീടുകൾ വെച്ചിട്ട് താമസിക്കുന്നുണ്ട് ആളുകൾ. ചില സാധനങ്ങൾ നോക്കുമ്പോഴത്തേന് ഭാഗമായിട്ട് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നെൽക്കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന പാടങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ആളുകൾ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ KSRTC പോലെ തന്നെ ഉപയോഗിക്കുന്ന ബോട്ടുകളാണത്. അതിൻ്റെ മുമ്പിൽ തന്നെ ബോർഡും വെച്ചിട്ടുണ്ട്. ആ ബോർഡ് വെച്ചിട്ട് എവിടേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ആ സ്ഥലങ്ങളിലേക്ക് അവർ കൊണ്ടെത്തിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ തൊട്ടടുത്തായിട്ടുണ്ടോ, നല്ല രസമുണ്ട്. വേറെ ചെറുവള്ളങ്ങളിൽ ആളുകളെ മീൻ പിടിക്കാൻ പോകുന്നതും കാണാം. മീന് കൊണ്ട് ആളുകൾ വിൽക്കുന്നത് കാണാം. അവിടെ കരിമീനുണ്ട്, എല്ലാത്തരം മീനുകളും നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് ലാഭത്തിൽ മീൻ വേണമെന്നുണ്ടെങ്കിൽ അവരോട് ചെറുതായിട്ട് വില പേശിട്ട് വേണം മേടിക്കാൻ. ഇത് ആ കാണുന്നതാണ് പള്ളാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലം. 10,000 ആകുമെങ്കിലും നമുക്ക് ഹൗസ് ബോട്ടിലൊക്കെ പോകണമെങ്കിൽ അവിടെ വന്നിട്ടാണ് എല്ലാവരും പോകുന്നത്. കളർകോടെത്തി ഞങ്ങൾ കയറിയ റൈറ്റിലോട്ട് തിരിഞ്ഞ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ആലപ്പുഴ നഗരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകേണ്ടത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നിങ്ങളൊന്നും വിഷമിക്കണ്ട. ഇതിന് തൊട്ടടുത്തായിട്ട് പേ ആൻഡ് പാർക്കുണ്ട്. ഈ കാണുന്നതാണ് പേ ആൻഡ് പാർക്ക്.
അവിടെ ഒരു ബോട്ട് കാണുന്നിടത്തോട്ട് ചെന്നാൽ മതി. ഞങ്ങളൊരു ഓട്ടോയിലാണ് പോയത്. ആ ഓട്ടോയ്ക്ക് ഒരു ദിവസത്തേന് 70 രൂപയാണ് ഞങ്ങൾക്ക് മേടിച്ചത്. ഇത് ആ കാണുന്നതാണ് ലോസ് ആലുക്കാസ്. അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ബോട്ട് ജെട്ടി. അവിടോട്ട് പോവാം നമുക്ക്. അങ്ങനെ നമ്മൾ തേടി വന്ന വേഗ 2-ന്റെ ബോർഡ് കണ്ടു. പടിക്കെട്ടിറങ്ങി ചെല്ലുന്നതാണ് ആലപ്പുഴ ബോട്ട് ജെട്ടി. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് വേഗ 2 ബോട്ട്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ട് സർവീസാണിത്. ഇതിൽ കയറാൻ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏകദേശം 1,90,00,000 രൂപ മുതൽ മുടക്കിലാണ് ഈ ബോട്ട് സർക്കാർ പണിതിരിക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള അനേകര് ഉണ്ട്. ഒരേ സമയം 140 പേർക്ക് ഈ ബോട്ടിൽ സഞ്ചരിക്കാവുന്നതാണ്. ഇത്രയും വലുപ്പമേറിയ ഒരു ബോട്ടാണ് നമ്മുടെ വേഗ 2 എന്ന് പറയുന്നത്. ഇത് കേരള സർക്കാരിന്റെ എംബ്ലോക്ക് വെച്ചിട്ട് വേഗ 2 എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അതിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇതാണ് ബോട്ടിന്റെ ഉൾവശം. 2 സൈഡിലും നല്ല വിശാലമായിട്ട് 3 സെറ്റായിട്ടാണ് ആളുകളെ തിരിച്ചേക്കുന്നത്. ഞങ്ങൾ 5 പേരാണ് ഇവിടുന്ന് യാത്രയ്ക്ക് പോയി. അവർ 5 പേർക്ക് ഒരുമിച്ചിരിക്കത്തക്ക രീതിയിൽ സീറ്റ് ക്രമീകരിച്ചു തന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേന് ചെക്കിങ്ങും പരിപാടികളെല്ലാം തന്നെ തുടങ്ങി. 11 മണിക്കാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂക്കിപ്പൊടി തൂക്കി വയ്ക്കുന്നതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്തൂടെ തന്നെ ചെറു ബോട്ടുകൾ പോകുന്നുണ്ട്. പക്ഷെ അതിൽ കയറാൻ 10,000-ങ്ങളാണ് ചോദിക്കുന്നത്. നമ്മുടെ ഈ സർക്കാരിന്റെ സർവീസിൻ്റെ അകത്തിൽ വെറും 400 രൂപയുള്ളൂ നോൺ AC-ക്ക്. അതുപോലെ തന്നെ AC-ക്ക് 600 രൂപയും. അങ്ങനെ ഞാൻ സൈഡ് സീറ്റിൽ തന്നെ ഇരിപ്പിടം ഉറപ്പിച്ചു. വെളിയിൽ നിന്ന് ചിപ്സ് മേടിച്ചിട്ട് അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നതായി കാണുന്നത്. ഇതാണ് AC കമ്പാർട്ട്മെന്റ്. ഏറ്റവും മുമ്പിലായിട്ട് കാണുന്നതാണ് നമ്മുടെ സ്രാങ്ക് ഇരിക്കുന്നിടം. ഇദ്ദേഹം ഇവിടെ ഇരുന്നാണ് നമ്മുടെ ഈ ബോട്ടിനെ നിയന്ത്രിക്കുന്നത്. ഇതിനകത്തില് GPS ഉൾപ്പെടെയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട്. ഇദ്ദേഹം നമ്മുടെ ബോട്ടിന്റെ ചെക്കറാണ്. ടിക്കറ്റ് എല്ലാവരും എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിരിക്കുന്ന ആളാണ്. നമ്മുടെ ഹാങ് ചെയ്ത് പിടിച്ചേക്കുക, ബോട്ട് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ നമ്മുടെ ബോട്ട് മുന്നോട്ടിടിക്കുകയാണ്. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12:30-1 മണിയോടുകൂടി നാം എത്തിച്ചേരുന്നതാണ് കായലിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാതനാമണൽ എന്ന ഒരു ചെറിയ ദ്വീപിൽ. നിങ്ങൾ യൂട്യൂബിലേക്ക് കണ്ടു കാണും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ദ്വീപിലും എത്തിച്ചേരുമ്പോൾ സഞ്ചാരികളായി നമുക്ക് എല്ലാവർക്കും തന്നെ ദ്വീപിലൊന്ന് ഇറങ്ങുന്നതിനും ദ്വീപൊക്കെ ഒന്ന് ചുറ്റിക്കാണുന്നതിനൊക്കെ ആയി ഏകദേശം ഒരു 1/2 മണിക്കൂർ സമയം ഒരു ഇടവേള അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്ക് എന്ന രീതിയിൽ നമ്മുടെ യാത്രയിൽ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ ദ്വീപ് സന്ദർശനവും ഉച്ചഭക്ഷണവും ഒക്കെ പൂർത്തിയാക്കി പുനരാരംഭിക്കുന്ന നമ്മുടെ യാത്ര പിന്നീട് നാം എത്തിച്ചേരുന്നതാണ് ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള കുമരകം എന്ന ആ കൊച്ചു ഗ്രാമത്തിലേക്ക്. നമ്മൾ രാവിലെ വേമ്പനാട്ടുകായലിന്റെ പടിഞ്ഞാറ് വലത്തുകൂടിയാണ് സഞ്ചരിച്ചെങ്കിൽ ഉച്ച കഴിഞ്ഞ് വേമ്പനാട്ടുകായലിന്റെ വീതിയേറിയ പ്രദേശം താണ്ടി കായലിന്റെ കിഴക്കേ ഓരമായ കുമരകത്ത് എത്തിച്ചേരും. കുമരകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ലോകത്ത് അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണെന്നല്ലേ. എന്തുകൊണ്ടാണ് താജ്, റാഡിസൺ, കാസിനോ തുടങ്ങിയ ലോകത്തിന് നിലവാരമുള്ള 5-സ്റ്റാർ റിസോർട്ടുകൾ ഉൾപ്പെടെ ഏകദേശം 35-40ഓളം റിസോർട്ടുകൾ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. റിസോർട്ടുകളുടെ ഒരു പർദീസ എന്നതിനാണ് കുമരകത്തെ ടൂറിസം മേഖലയിൽ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് കുമരകത്തൂടെ പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആ റിസോർട്ടുകളുടെ ഭംഗിയും പിന്നെയോ കുമരകം എന്ന കൊച്ചു ഗ്രാമത്തിന്റെ ഗ്രാമീണ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പിന്നീട് നാം എത്തിച്ചേരുന്നതാണ് യൂറോപ്പിലെ ഹോളണ്ടിലെ ആംസ്റ്റർഡാം കഴിഞ്ഞാൽ പിന്നെ സീ ലെവലിൽ താഴെ കൃഷി ചെയ്യുന്ന അത്ഭുതങ്ങളിൽ അത്ഭുതമായ ഒരു ഭൂപ്രദേശം. അതിന്റെ പേരാണ് നമ്മുടെ സ്വന്തം നെല്ലറയായ കുട്ടനാട്. കുട്ടനാടിനോട് നീങ്ങുമ്പോൾ കുട്ടനാടൻ കാർഷിക രീതികളും നെൽവയലുകളും പിന്നെയോ 2018 മഹാപ്രളയത്തിന് ശേഷം എങ്ങനെയാണ് കുട്ടനാടൻ ജനത ആ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന്റെ നേർക്കാഴ്ചകളൊക്കെ കണ്ടും കേട്ടും പരിചയപ്പെട്ടു. നമ്മുടെ സ്വന്തം പുണ്യ നദിയായ പമ്പയുടെ പെരുമാറിലൂടെയൊക്കെ നീങ്ങി ഏകദേശം 5 മണിക്കൂർ കൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ
50 കിലോമീറ്ററോളം ചുറ്റിക്കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ വേഗയെ മറ്റുള്ള ജലയാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേഗയെ മറ്റുള്ള ഹൗസ് ബോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം. ഏകദേശം 1,90,00,000 രൂപ മുടക്കി ലോകോത്തര നിലവാരമുള്ള ഒരു വാഹനമാണ് നമ്മുടെ സ്വന്തം സർക്കാരിന്റെ കീഴിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പിലൂടെ ഇങ്ങനെ കഴിഞ്ഞ 3 വർഷമായിട്ട് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളാണെങ്കിൽ ഇന്നലെ വരെ വന്നുപോയ ആ നല്ല മനസ്സിനുടമകളായ സഞ്ചാരികൾ ഞങ്ങൾക്ക് നൽകിയ ആ സപ്പോർട്ടും പിന്നെ ചേട്ടനെ പോലുള്ള യൂട്യൂബർ നൽകിയ ആ ഒരു മീഡിയ പബ്ലിസിറ്റി ഒക്കെയാണ് ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം ഇത്ര വൈബായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ ഓരോരുത്തരോടും ഈ പ്രസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരാണെന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ എളിയ സഹകരണം കൂടി ഈ യാത്രയിൽ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്രസ്ഥാനം തെരഞ്ഞെടുത്തതിനും ഇവിടെ എത്തിയതിനും ഞങ്ങളുടെ പേരിലും കേരള സർക്കാരിന്റെ പേരിലുമുള്ള നന്ദിയും കടപ്പാടും ഈ വേളയിൽ അർപ്പിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭയാത്രയും നേർന്നുകൊള്ളുന്നു. താങ്ക് യു.
ദേശീയ താരങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. 3 ജില്ലകളായ ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ സ്ഥലങ്ങളിലുള്ള കായലുകൾ സംഗമിക്കുന്ന സ്ഥലം കൂടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2100 ചതുരശ്ര അടി വലിപ്പത്തിലുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ പമ്പ, മീനച്ചില്, പെരിയാറ് എന്നിങ്ങനെയുള്ള 6ഓളം നദികളുകൂടെ ഇവിടേക്ക് സംഗമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏത് സമയത്തും ഇവിടെ വെള്ളമുള്ളത്. അതേപോലെ തന്നെയാണ് കരിമീന്, കൊഞ്ച്, ഞണ്ട്, കക്ക എന്നിങ്ങനെയുള്ള ഒരുപാട് മത്സ്യവിഭവങ്ങൾ നമ്മുടെ ഈ സ്ഥലത്തുണ്ട്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നാഷണൽ വാട്ടർ വേയിലൂടെയാണ്. വേറെ ബോട്ടുകളൊന്നും തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വരത്തില്ല. അതാണ് ഈ വേങ്ങ ബോട്ട് 2-ന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏകദേശം 50 കിലോമീറ്ററോളം ഈ വേഗ ബോട്ട് 2-ലൂടെ നമ്മൾ പോകുന്നുണ്ട്. വലതുവശത്തായിട്ട് ദൂരെ കാണുന്നില്ലേ, അതാണ് പാതിരാമണൽ എന്ന് പറയുന്ന ജനസഞ്ചാരമില്ലാത്ത ഒരു ദ്വീപാണത്. പാതിരാമണൽ എന്നാണ് അതിൻ്റെ പേര്. ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് ഉള്ള ഒരു കലവറ തീർത്ത ഒരു സ്ഥലമാണ് പാതിരാമണൽ ദ്വീപ്. ഏകദേശം 28 ഹെക്ടറിൽ ഉൾക്കൊള്ളുന്ന ഒരു ദ്വീപാണ് പാതിരാമണൽ. അങ്ങനെ നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ ആ ദ്വീപിന്റെ അടുത്ത് ശരിക്കും പച്ചപ്പിന്റെ ഒരു കലവറ തന്നെയാണ് ഈ പാതിരാമണൽ എന്ന് പറയുന്നത്. നമ്മൾ അടുത്തോട്ട് ചെന്നപ്പോഴത്തേനും കണ്ട പക്ഷികളൊക്കെ ഒറ്റയടിക്ക് തന്നെ പറന്നു പോകുന്നുണ്ട്. നമ്മൾ ദ്വീപിന്റെ അടുത്തെത്തി. ബോട്ടിലെ ചേട്ടന്മാരെ നമ്മുടെ ബോട്ട് അങ്ങോട്ട് അടുപ്പിക്കുന്ന കാഴ്ചയാണ്. ചേട്ടന്മാര് ഇറങ്ങി ബോട്ട് അതില് ട്രാക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പാതിരാമണൽ ദ്വീപിലേക്ക് ഇറങ്ങിയാണ്.